ഉപ്പ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഉമ്മയാണ് ഉപ്പയെ പരിചരിച്ചിരുന്നത്. മക്കളായ ഞങ്ങൾ ജോലി ആവശ്യാർത്ഥം പലപ്പോഴും പോകും. പ്രത്യേകിച്ച് ളുഹർ അസർ സമയത്തൊന്നും വീട്ടിലില്ലായിരുന്നു. ഉമ്മയാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കും ഉപ്പാക്ക്. പക്ഷേ ഒതു കൊടുത്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഉപ്പയെ തൊട്ടാൽ ഒതു മുറിയും എന്ന ചെറുപ്പകാലത്ത് പഠിച്ച ഒരു കാര്യം ഉമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഉമ്മാക്ക് ഉപ്പാക്ക് ഒതു എടുത്തു കൊടുത്താൽ റാഹത്താവുകയില്ല. അങ്ങനെ അക്കാരണം കൊണ്ട് തന്നെ മക്കളായ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ളുഹറും അസറും നിസ്കരിക്കാൻ ഈ ഒരു കാരണത്താൽ നിസ്കരിക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഉമ്മായോട് ഈ വിഷയം എത്ര സംസാരിച്ചാലും ഉമ്മാക്ക് അത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. എങ്ങനെയാണ് ഉമ്മാനെ ഈ വിഷയത്തിൽ കൺവിൻസ് ചെയ്യുക എന്നാണ് മക്കളുടെ പല പണ്ഡിതന്മാരോടും ചോദിച്ചപ്പോഴും ഹദീസുകളുടെ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉമ്മാക്ക് ഒതു എടുത്തു കൊടുക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഉമ്മ ഈ വിഷയത്തിൽ കൺവിൻസ് ആകുന്നില്ല എന്നാണ് മക്കളുടെ പരാതി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷനെ തൊട്ടാൽ ഒതു മുറിയുമോ എന്നതാണ് മസ്അലയുടെ അടിസ്ഥാനം. അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. രക്തബന്ധമുള്ള സ്ത്രീയും പുരുഷനുമാണ് തട്ടുകയെന്നുണ്ടെങ്കിൽ ഒതു മുറിയില്ല. രക്തബന്ധമില്ലാത്തവർ തൊട്ടാൽ ഒതു മുറിയും. ഇനി രക്തബന്ധമില്ലാത്തവർ തൊട്ടാലും ഒതു മുറിയില്ല. ഇനി മുറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക വികാരത്തോടു കൂടി തൊട്ടാലാണ് ഒതു മുറിയുക. ഇനി ഒരു വികാരത്തോടു കൂടി തൊട്ടാലും ഒതു മുറിയുകയില്ല. ഇങ്ങനത്തെ കുറേ അഭിപ്രായങ്ങളുള്ള വിഷയമാണിത്. ഇവിടെ അതിനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ ഔ ലാമസ്തുമുൻ നിസാ എന്ന പദപ്രയോഗം. ലമസ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക എന്നുള്ളതാണ്. ലാമസ എന്നുള്ള പദപ്രയോഗം അത് ഫഅല രൂപത്തിലാണ് അറബി ഭാഷയുടെ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം വന്നിട്ടുള്ളത്. പരസ്പരം തൊടുക എന്നതാണ്. അത് ഒരു കിനായ, ഒരു ആലങ്കാരികമായി കൊണ്ട് ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് ഖുർആനിൽ. അവിടെ ലാമസ എന്നുള്ള പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാമ എന്നുള്ളതാണ്. ജിമാ ചെയ്യുക തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ലമസ പറഞ്ഞാൽ സ്പർശിക്കുക, ലാമസ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലമസ എന്നുള്ള പദപ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ലാമസ എന്ന പദപ്രയോഗത്തിന് ഷാഫി മദ്ഹബിൽ ഉള്ള പണ്ഡിതന്മാരിൽ നല്ല വിഭാഗം ആളുകൾ കൊടുത്തിട്ടുള്ളത്. അത്തരം ആളുകൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിച്ച് കഴിഞ്ഞാൽ, തൊലി നേരിട്ട് തമ്മിൽ സ്പർശിക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും മുറിയുന്നതാണ്. എന്നാൽ അങ്ങനത്തെ ഒരു വിഷയം അവർക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഉമ്മക്ക് എന്താക്കാവുന്നത് ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി. സാധാരണ ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി, ആ പ്രശ്നം അവിടെ തീരും. കാരണം തൊലി നമ്മൾ തട്ടണില്ല. അതിൻ്റെ പേരിൽ എന്താക്കേണ്ട ആവശ്യമില്ല, ഈ ഒതുണ്ടാക്കി കൊടുക്കേണ്ട പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷനും തമ്മിൽ തൊട്ട് കഴിഞ്ഞാൽ ഒതു മുറിയുകയില്ല. അത് അന്യപുരുഷനാണെങ്കിലും അല്ലാത്ത സ്ത്രീയും പുരുഷനാണെങ്കിലും. ആ സമയത്ത് ഇത് അന്യ സ്ത്രീയെ തൊടാനുള്ള ഒരു തെളിവായിട്ട് കാണേണ്ടതുമില്ല. കാരണം ഒരു അന്യ സ്ത്രീയെ ഒരു അന്യപുരുഷൻ തൊട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ശിക്ഷ, നരകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ശിക്ഷ അതികഠിനമാണ് എന്നുള്ള കാര്യം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ വന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മറ്റു ഹദീസുകളുടെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ ബീവി മുമ്പിൽ കടക്കാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യാൻ നേരത്ത് ആയിഷ ബീവിയുടെ കാല് നീട്ടിവെച്ചത് നബി അത് തട്ടി മാറ്റും, എന്നിട്ട് നബി നിസ്കരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഭാര്യയുടെ കാലിൽ ഭർത്താവിൻ്റെ കൈ എന്താകുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് ശുദ്ധിയുള്ള സാഹചര്യം തന്നെയാണ്. എന്നിട്ട് നബി തല വീട്ടിലേക്ക് തന്നെ വെച്ചു കൊടുക്കും. ആയിഷ ബീവി ശുദ്ധിയില്ലാത്തത് കൊണ്ട് വീട്ടിലായിരിക്കും ഉണ്ടാവുക, ആർത്തവകാരിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല ചീകി കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ കാണാം. അതിൻ്റെ ഒന്നും ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ഒന്നു ചെയ്ത് വേറെ നിസ്കരിച്ച് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ഒന്നു ഉണ്ടാക്കി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യയെ ചുംബിക്കാറുണ്ടായിരുന്നത് കാണാം. പിന്നെ പള്ളിയിൽ പോയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്ന രീതിയില്ല. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അന്യ സ്ത്രീ പുരുഷൻ എന്നുള്ള സ്ത്രീ പുരുഷൻ തമ്മിൽ പരസ്പരം സ്പർശിച്ചാൽ ഒന്നും എന്താവില്ല, മുറിയുന്ന പ്രശ്നം വരുന്നില്ല. ഇനി അങ്ങനെ ഒരു വസ്വാസം ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത് എന്താണ്, പ്രത്യേകിച്ചും ഭാര്യ ഭർത്താവും കൂടി ആകുമ്പോൾ, പ്രത്യേകിച്ചും ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഒരു ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നതാണ് വേണ്ടത്. ഇനി ആ വസ്വാസ് തീരാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണ രൂപത്തിലുള്ളൊരു ഗ്ലൗസ് ധരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതാണ് വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഗ്ലൗസും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ചെയ്യാൻ ഇതല്ലാതെ നിർവാഹം അല്ലെങ്കിൽ പിന്നെ ആ രൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതാണ്. അല്ലാഹു അഅലം.